So today we are going to discuss about laboratory experiment. What is the difference between laboratory experiment and field experiment? In a previous class, we already discussed about the experimental method. Experimental method we discussed that. ഇവിടെ അതിൻ്റെ അകത്ത് രണ്ട് പോയിന്റ്സ് നമ്മൾ അന്ന് മിസ് ചെയ്ത് പോയതാണ്. ആ ഒരു പോർഷനാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. That is, one is laboratory experiment and the other one is field experiment. So let us see what is laboratory experiment. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ റിഫ്രഷ് ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്താണ് എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. And in that experiment, there are two types of experiment. One is laboratory experiment and the other one is field experiment. Laboratory experiment എന്ന് പറഞ്ഞാൽ നമ്മൾ experiment, we are conducting experiment in a controlled condition. അപ്പോൾ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലബോറട്ടറി എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. So the experiment which is conducted in controlled conditions where the accurate measurement are possible. അപ്പോൾ അങ്ങനെ കൺട്രോൾഡ് കണ്ടീഷൻസ് ആണ് എങ്കിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർമെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. So the researcher decides where the experiment will take place, at what time, with which participant, in which circumstance, and using a standardized procedure. അപ്പം ലബോറട്ടറി എക്സ്പെരിമെന്റിൽ എക്സ്പെരിമെന്റർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്, എവിടെ വെച്ചാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്, അതുപോലെ തന്നെ ആരാണ് നമ്മുടെ എക്സ്പെരിമെന്റിലെ പാർട്ടിസിപ്പൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതുപോലെ എന്ത് തരത്തിലുള്ള പ്രൊസീജിയറാണ് എക്സ്പെരിമെന്റ് നടത്തുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ആണ് എങ്കിൽ ദ കണ്ടീഷൻ ഇസ് ഹൈലി കൺട്രോൾഡ് കണ്ടീഷൻസ്. എക്സ്പെരിമെന്റർക്ക് ഫുൾ കൺട്രോൾ അവിടെ ഉണ്ട്. അപ്പം എപ്പോ, എവിടെ, ആരിൽ ഒക്കെയാണ് റിസർച്ച് നടത്തുന്നത്, എന്ത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം ഉള്ള ഒരു റിസർച്ച്, ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലബോറട്ടറി എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നത്. In the next session we are going to discuss about field experiment. അതായത് ലബോറട്ടറി എക്സ്പെരിമെന്റ് കൂടാതെ ഉള്ള മറ്റൊരു മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ് ആണ് എന്ത്, ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ആണ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഫീൽഡ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ റിസർച്ചർ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഡേ ടു ഡേ എൻവയോൺമെന്റിലായിരിക്കും, അല്ലെങ്കിൽ എവറി ഡേ എൻവയോൺമെന്റിലായിരിക്കും. സോ the experiments are done in an everyday environment of participant. പാർട്ടിസിപ്പന്റിന്റെ എവറിഡേ എൻവയോൺമെന്റിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് നടത്തുന്നത്. അല്ലാതെ അവിടെ നമ്മൾ കണ്ടീഷൻസിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ഓക്കെ, the experimenter still manipulates the independent variable, but the real life setting, in a real life setting. Experimenter actually experimental methodile പോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫ് സെറ്റിംഗിലായിരിക്കും ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നതാണ്. സോ ലബോറട്ടറി എക്സ്പെരിമെന്റ് ആണെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷനിലായിരിക്കും നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഡിപെൻഡന്റ് വേരിയബിളിനെ മെഷർ ചെയ്യുന്നതും. ഇവിടെ ഫീൽഡ് എക്സ്പെരിമെന്റിൽ നമ്മൾ എവറിഡേ എൻവയോൺമെന്റിലാണ് നമ്മൾ പാർട്ടിസിപ്പൻസ് ഉള്ളത്. ആ പാർട്ടിസിപ്പൻസിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ എക്സ്പെരിമെന്റർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും റിയൽ ലൈഫ് സെറ്റിംഗിൽ തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, സോ നമ്മൾ ലബോറട്ടറി എക്സ്പെരിമെന്റ് എന്താണ്, ഫീൽഡ് എക്സ്പെരിമെന്റ് എന്താണ് എന്ന് നമ്മൾ കണ്ടു. സോ there is a natural doubt arises. എന്തായിരിക്കും,
ഈ ഫീൽഡ് എക്സ്പെരിമെന്റും നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനും തമ്മിൽ അപ്പോൾ വ്യത്യാസം ഇല്ലേ, അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആണോ എന്നായിരിക്കും നമുക്ക് തോന്നാനുള്ള അടുത്ത സംശയം. സോ ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് field experiment from naturalistic observation? Naturalistic observation, field experiment actually രണ്ടാണ്, സെയിം അല്ല. In naturalistic observation, the researcher has no control over independent variable. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ റിസർച്ചറിന് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മേൽ യാതൊരുവിധ കൺട്രോളും ഇല്ല. ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ മാനിപ്പുലേറ്റിംഗ് എനിത്തിങ് ഇൻ naturalistic observation. We are just observing whatever occurs in the real life. ഇവിടെ ഫീൽഡ് എക്സ്പെരിമെന്റിൽ വരുമ്പോൾ റിയൽ ലൈഫ് സെറ്റിംഗ് ആണ്, പക്ഷേ വി ആർ കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെന്റ്. ദ റിസർച്ചർ ഇസ് മാനിപ്പുലേറ്റിംഗ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. So this is a major difference between field experiment and naturalistic observation. So this is for your understanding. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് എന്താണ് എന്നുള്ളത് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Now in this session we discussed about laboratory experiment, then field experiment. Laboratory experiment ആണെങ്കിൽ controlled condition ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. The experimenter is manipulating the independent variable in a controlled environment. അപ്പം ഒരു ലാബിലോ അല്ലെ അതുപോലുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലോ ആയിരിക്കും എന്ത് ചെയ്യുക, ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക. Whereas in field experiment, the experiment is conducting in a natural setting. ഒരു റിയൽ ലൈഫ് സെറ്റിംഗിലാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് the independent variable will be manipulated by the researcher. പക്ഷേ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ പോയിട്ട് ഒബ്സർവ് ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല. ആൻഡ് വി ആർ ഒബ്സർവിങ് വാട്ട് എവർ നാച്ചുറലി അറൈസ്, ഓക്കെ, in a real life setting. So this is about laboratory experiment, field experiment, and difference between field experiment and naturalistic observation.